പുതുതായിട്ട് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളുകളോടാണ്. നിങ്ങളൊരു GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അതിന്റെ റിട്ടേൺ ഫയലിംഗ് കാര്യങ്ങൾ ചെയ്തിട്ട് അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പം റെഗുലർ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ മന്ത്ലി റിട്ടേൺ ഫയലിംഗ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് മന്ത്ലി GSTR1, GSTR3B ഒക്കെ ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ ഫയൽ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഈ പറയുന്ന നമ്മൾ ഫയലിംഗ് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലേറ്റ് ഫീ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിലേക്ക് അടക്കേണ്ടതായിട്ട് വരും. ഒരു രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിൽ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു GST രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്ത് ഈ മന്ത് ആണ് ഓപ്റ്റ് ചെയ്ത് വെച്ചാൽ നെക്സ്റ്റ് മന്ത് തൊട്ടിട്ട് അതിന്റെ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ എടുക്കുന്ന ഡേറ്റ് തൊട്ടിനല്ല അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ 31-ാം തീയതി എടുത്താലും 1-ാം തീയതി എടുത്താലും നമുക്ക് അടുത്ത മാസം നമുക്ക് ലാസ്റ്റ് മന്തിന്റെ റിട്ടേൺ ഫയലിംഗ് വരും. അപ്പം ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടുന്ന് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാലും അതിന്റെ റിട്ടേൺ ഫയലിംഗ് കാര്യങ്ങൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്തു പോകും, മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ അതുപോലെ തന്നെ ഒരു e-commerce വേണ്ടിയിട്ട് ഒരു GST രജിസ്ട്രേഷൻ എടുത്തു, നിങ്ങൾക്ക് അതിൽ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിൽസ് കാര്യങ്ങൾ വരുന്നില്ല, അങ്ങനെ നിങ്ങൾക്ക് ഈ GST മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ചില ആളുകൾ കണ്ടിട്ടുണ്ട് ആ GST രജിസ്ട്രേഷൻ പിന്നെ അതിൽ ഇനി അങ്ങോട്ട് റിട്ടേൺ ഫയലിംഗ് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ആ രജിസ്ട്രേഷൻ അവിടെ വെച്ചേക്കും. ഇങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഗവൺമെന്റ് അത് ഓട്ടോമാറ്റിക്കലി സുമോമോട്ടോ ക്യാൻസലേഷനിലേക്ക് പോകും. അപ്പൊ അതുവരെയുള്ള പെനാൽറ്റി ഉണ്ടാവും. പിന്നെ നമ്മളെ പാനൽ ഓൾറെഡി ഇങ്ങനെ ഒരു സുമോമോട്ടോ ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പുതിയൊരു രജിസ്ട്രേഷൻ എടുക്കുമ്പോഴൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇത് റിക്വയർമെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ GST ക്യാൻസലേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മളെ GST ക്യാൻസൽ ചെയ്യണം. എന്ന് വെച്ചാൽ ഇത് ലൈഫ് ടൈം ആണ് ഇതിന്റെ വാലിഡിറ്റി ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ക്യാൻസൽ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ആ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തിട്ട് ഒഴിവാക്കണം, നമുക്ക് റിക്വയർമെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ.